ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പവർ ക്യാപ്സ്യൂളിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും പഠിക്കാൻ ശ്രമിക്കുക, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് പോവുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും, അതായത് ഇന്നലെ കിട്ടിയ അത്രയും സമയം ചിലപ്പോൾ ഇന്ന് കിട്ടിക്കോളണം എന്നില്ല, പക്ഷേ അത് കാരണം പഠനം നിർത്തരുത്. ദിവസവും എത്ര സമയമാണോ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് സമയം കിട്ടുന്നുണ്ടാവുള്ളൂ, ആ കിട്ടുന്ന സമയത്തിനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ, ഒരു പക്ഷേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ നിങ്ങളാൽ സന്തോഷിക്കാൻ പോകുന്ന ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ദിവസത്തിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. എന്തിനാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചതെന്ന് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഇത് മനസ്സിലുള്ളിടത്തോളം നമുക്ക് സമയം ഇല്ലാതെ പോകില്ല, അല്ലെങ്കിൽ നമ്മൾ സമയം കണ്ടെത്താതിരിക്കില്ല. അപ്പൊ എന്തിനാണ് ഞാനിത് തുടങ്ങിയത്, എന്താണ് എൻ്റെ ലക്ഷ്യം, ഇതിൽ നിന്ന് ഞാൻ എന്താണ് നേടാൻ പോകുന്നത് എന്ന് എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പൊ അതിനുവേണ്ടി അതിനെപ്പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, മാനിഫെസ്റ്റേഷൻ നടത്തുക. നല്ല രീതിയിൽ മനസ്സിൽ എപ്പോഴും അത് ഉണ്ടാവണം. ഈ ജോലി അല്ലെങ്കിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നത് ആദ്യം വീട്ടിലൊന്ന് അവതരിപ്പിച്ച്, അതിനുശേഷം നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ വന്ന്, അതിനുശേഷം നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ച്, ഈ ജോലിക്ക് പോകുന്ന ആദ്യ ദിവസം, ഇതിനെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പൊ നല്ല സന്തോഷത്തോടു കൂടെ, നല്ല സമാധാനത്തോടു കൂടെ പഠിക്കുക. പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ നിന്ന് എപ്പോഴും ഒഴിവാക്കുക. ഞാൻ പറയുന്ന പോലെ എപ്പോഴും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ മൈൻഡിനെ നല്ല കൂളായിട്ട് മാത്രം എപ്പോഴും പഠിക്കാൻ ശ്രമിക്കുക. അതായത് സ്ട്രെസ് ഫീൽ ചെയ്ത്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തീർക്കാണ്ട്, ഈ രീതിയിലൊന്നും പഠിക്കണ്ട. നല്ല സമാധാനത്തിന്റെ പഠിച്ച്, നല്ല സമാധാനത്തിൽ പഠിച്ച് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് PSC. പക്ഷെ പഠിക്കേണ്ട രീതിയിൽ നിങ്ങൾ പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഏത് രീതിയിൽ പഠിക്കണം എന്ന് നിങ്ങൾക്ക് അറിയാം. അത് അറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അറിയുന്ന ആളുകളോട് ചോദിച്ച് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ നെഗറ്റീവ് പറയുന്ന ആളുകളുടെ കാര്യങ്ങൾ എടുക്കണം എന്നില്ല. അവർ പറയുന്നത് അപ്പൊ തന്നെ വിട്ടുകളയാം. അവർക്ക് അതിൽ നിന്ന് ചിലപ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ടാവും. ആ സുഖം അവർ സുഖിക്കട്ടെ. നമ്മൾ വല്ലാതെ അത് മനസ്സിലേക്ക് എടുക്കാൻ പോകണ്ട. നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അതായത് നീ ഇങ്ങനെ പഠിച്ചാൽ നിനക്ക് സ്കോർ ചെയ്യാൻ പറ്റും, കൂടുതൽ മാർക്ക് ഇങ്ങനെ പഠിച്ചാൽ നേടാൻ പറ്റും എന്ന് അറിയുന്ന ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലാതെ ഈ നെഗറ്റീവ് മാത്രം പറയുന്ന ആളുകളെ എടുക്കണം എന്നില്ല. അവർ നല്ല രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലാതെ ഈ നെഗറ്റീവ് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ നിനക്കൊക്കെ പഠിച്ചാൽ കിട്ടുമോ, നീയൊക്കെ പഠിച്ചാൽ നേടാൻ പറ്റുമോ, ഇത്രയും ആളുകൾ ഇത് എഴുതുന്നതല്ല, അതിൽ നിന്ന് നിനക്ക് കിട്ടും, ഇങ്ങനെയൊക്കെ ചോദിച്ച് നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ആളുകൾ നമ്മളെ നെഗറ്റീവ് ആക്കാൻ മാത്രം വരുന്നതാണ്. അവർക്ക് അതിൽ നിന്നൊരു പ്രത്യേകതരം സുഖം കിട്ടുന്നുണ്ട്, അതിനു വേണ്ടി വരുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് നല്ലൊരു വഴി അവർ പറഞ്ഞു തന്നിട്ടില്ലല്ലോ. അപ്പൊ ഈ പറയുന്നവരുടെ കാര്യങ്ങളൊന്നും വല്ലാണ്ട് മൈൻഡിൽ എടുക്കാതെ അതൊക്കെ അതിന്റെ വഴിക്ക് വിട്ട് കളയാം. കുറച്ചെന്തെങ്കിലും കുറച്ചിട്ട് അവർ പൊയ്ക്കോളും എന്ന നിലക്ക് തന്നെ അങ്ങനെ വിട്ട് കളയാം. അത് ആരാണെങ്കിലും ഓക്കെ, നിങ്ങളെ നെഗറ്റീവ് ആക്കല്ലാതെ പകരം ഇത്രയും നെഗറ്റീവ് ഇതിലുണ്ട്, ഇത്രയും കോമ്പറ്റീഷൻ നിനക്ക് വരുന്നുണ്ട്, സംഭവം നെഗറ്റീവാണ്, കോമ്പറ്റീഷൻ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവാണ്. പക്ഷെ ഇതിന് പകരം നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കോമ്പറ്റീഷനിൽ നിനക്ക് മുന്നിലെത്താൻ പറ്റും എന്ന് അവർ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ്. അത് നിങ്ങൾ എടുക്കുക. അല്ലാതെ നെഗറ്റീവ് മാത്രം പറഞ്ഞ് കുറച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ എടുക്കാൻ നിൽക്കരുത്. അവരങ്ങനെ മാറ്റി നിർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ ഒരു വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലാ ക്ലാസ്സിലും ഞാൻ നിർത്താതെ പറഞ്ഞിരുന്നതാണ്, നിങ്ങൾക്ക് നിങ്ങളിൽ മാത്രം ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് നിങ്ങളെ ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനിത് നേടും, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയണ്ട, ഞാൻ എന്തായാലും നേടും, അതിന് വേണ്ടത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്ത് ഞാനത് മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അത് ഞാൻ അവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യും, അപ്ലൈ ചെയ്യുന്നത് വരെ ഞാൻ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബാക്കി പറയുന്ന ഒന്നും നോക്കണ്ട. ഓക്കെ, വേറെ ആൾക്കാരുടെ മോട്ടിവേഷൻ നിങ്ങൾക്ക് അപ്പൊ ആവശ്യമല്ല. നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. സത്യമായിട്ടും മനസ്സ് നിറഞ്ഞ് ഓരോന്നും വായിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കുന്നുണ്ട് എന്നറിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇതിൽ നിന്നും കിട്ടുന്ന ഏറ്റവും നല്ല സന്തോഷം. ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്ലാസ് ഉപകരിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ച് ഞാൻ ഇങ്ങനെ തുടർന്ന് പോവാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും എപ്പോഴും റിവിഷൻ ചെയ്യാൻ ഞാനും പറ്റുന്ന അത്രയും പിന്നെയും ഏതിൽ നിന്നെങ്കിലൊക്കെ കിട്ടുമ്പോൾ ഞാൻ റിവിഷൻ ചെയ്തു തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ നിങ്ങളും നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. എന്റെ റിവിഷൻ മാത്രം കൊണ്ടുപോകരുത്, അല്ലാതെ നിങ്ങളും പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്തു പോവുക. റിവിഷൻ എക്സാമുകളും മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. നമ്മൾ തന്നെ മോക്ക് ടെസ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ഇതിലെടുക്കുന്ന ഓരോ ടോപ്പിക്സും നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തു പോകുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. പിന്നെ നമ്മുടെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ VFA കോഴ്സ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ VFA കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നല്ല രീതിയിൽ തന്നെ പഠിച്ചു മുന്നോട്ട് പോവുക. അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അത് ഏത് ജില്ലയിലാണെന്നൊക്കെ ചോദ്യം വരാറുണ്ട്. ഏത് ജില്ലയിലാണ്, ഏത് വർഷമാണ് നിലവിൽ വന്നതെന്നൊക്കെ ചോദ്യം വരാറുണ്ട്. ആദ്യം നമുക്ക് പെരിയാർ വന്യജീവി സങ്കേതം, അതായത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാലും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാലൊക്കെ ഏതാണ്?
പെരിയാർ വന്യജീവി സങ്കേതമാണ് അല്ലെ. ടൈഗർ റിസർവ്, കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് കൂടെയാണ് ഏത്, പെരിയാർ വന്യജീവി സങ്കേതം. ഓക്കെ, പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ്. 1950 നിലവിൽ വന്നത്. ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ് അല്ലെ. ഇടുക്കിയിലാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ് പെരിയാർ വന്യജീവി സങ്കേതം. നിലവിൽ വന്ന വർഷം 1950. എപ്പോഴാണ് ഇത് ദേശീയോദ്യാനമായി മാറിയത്? എപ്പോഴാണ് ഈ പെരിയാർ വന്യജീവി സങ്കേതമായി മാറിയത്? 1950. ദേശീയോദ്യാനമായി മാറിയത് എപ്പോഴാണ് ചോദ്യം വന്നാൽ അത് 1982. 1982 ദേശീയോദ്യാനമായി മാറിയത്. അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1950. പെരിയാർ വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1982. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. അതായത് 1950 മുമ്പ് 1934 കാലഘട്ടങ്ങളിലൊക്കെ ഇതിന്റെ പേരെന്തായിരുന്നു? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു അല്ലെ. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. അപ്പൊ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആദ്യ പേര് എന്തായിരുന്നു ചോദ്യം വന്ന ഏതാണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. ഏത് വർഷം? 1934. ഓക്കെ, പിന്നീട് വന്യജീവി സങ്കേതമായി മാറിയ വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1950. 1950 വന്യജീവി സങ്കേതമായി മാറിയത്. ദേശീയോദ്യാനമായി മാറിയ വർഷം എപ്പോഴാണ്? 1982. 1982 ദേശീയോദ്യാനമായി മാറിയത്. അപ്പൊ വർഷങ്ങൾ ശ്രദ്ധിക്കണം. 1934 ഇതിന്റെ പേരെന്തായിരുന്നു? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു. പിന്നീട് പെരിയാർ വന്യജീവി സങ്കേതമായി മാറി. വന്യജീവി സങ്കേതമായി മാറിയത് 1950. 1982 എപ്പോഴാണ്? 1982 ദേശീയോദ്യാനമായി മാറിയത്. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു പോകുന്നത്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകുക. അത്രയും ഇമ്പോർട്ടന്റ് ആണ് പെരിയാർ വന്യജീവി സങ്കേതം. എന്താണ്? കേരളത്തിലെ ഏറ്റവും വലുതാണെന്നും ഏറ്റവും ആദ്യത്തേതാണെന്നും നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. വർഷം മറക്കരുത്. വന്യജീവി സങ്കേതമായത് 1950. 1982 എന്തായി മാറിയത്? ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാറാണ് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് അല്ലെ. ആദ്യ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാറാണ്. ഓക്കെ, ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിൽ 10ാമത്തേതാണെന്നും മനസ്സിലാക്കി വെക്കുക. അടുത്തത് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം നമ്മുടെ പശ്ചിമഘട്ടം അവസാനിക്കുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണെന്നൊക്കെ ചോദ്യം വന്നാൽ അത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. ഏത് ജില്ലയിലാണ്? തെക്കേ അറ്റം പറയുമ്പോൾ നമുക്കറിയാം അത് തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ. തിരുവനന്തപുരം ജില്ലയിലാണ്. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലാണ്. എപ്പോഴാണ് നിലവിൽ വന്നത്? 1958. അപ്പൊ നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. പെരിയാർ വന്യജീവി സങ്കേതം എവിടെയാണ്? അത് ഇടുക്കിയാണ്. ഇത് 1950 നെയ്യാർ വന്യജീവി സങ്കേതം 1958. നെയ്യാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പശ്ചിമഘട്ടം അവസാനിക്കുന്ന വന്യജീവി സങ്കേതം ഏതെന്നൊക്കെ ചോദ്യം വന്നത് ഏതാണ്? അത് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. പിന്നെ പീച്ചിവാഴാനി എവിടെയാണ്? തൃശ്ശൂരാണ് അല്ലെ. 1958 തന്നെയാണ് പീച്ചിവാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. നെയ്യാർ വന്യജീവി സങ്കേതം എവിടെയാണ്? നെയ്യാർ തിരുവനന്തപുരത്താണ്. പെരിയാർ വന്യജീവി സങ്കേതം എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയിരിക്കണം. ഓക്കെ, പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി, നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. പീച്ചിവാഴാനി തൃശ്ശൂരാണ്. അതും 1958. പിന്നെ നമുക്കൊക്കെ അറിയാം പറമ്പിക്കുളം അല്ലെ. പറമ്പിക്കുളം വന്യജീവി സങ്കേതം എവിടെയാണ്? പാലക്കാടാണ്. ഇതും നമുക്കൊക്കെ അറിയുന്നതാണ്. ഇടുക്കിയാണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് അല്ലെ. ഇടുക്കിയിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. പറമ്പിക്കുളം വന്യജീവി സങ്കേതം പഠിച്ചിരിക്കണം. അത് പാലക്കാടാണ്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാടാണ്. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ടല്ലോ ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്. ചോദ്യം വരാറുണ്ട്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതെന്ന് ചോദ്യം വന്നാൽ അത് ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് അല്ലെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഏത്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. പെരിയാർ വന്യജീവി സങ്കേതം അതെവിടെയാണ്? അത് ഇടുക്കിയിലാണ്. ഈ മൂന്നെണ്ണം എന്തായാലും പഠിച്ചു വെക്കുക, ഇതും അറിഞ്ഞു വെക്കുക. പീച്ചി വാഴാനി തൃശ്ശൂരാണ്, 1958 ഇത് വർഷം എപ്പോഴാണ്? 1973 1973 പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം അല്ലെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതെന്ന് ചോദ്യം വന്നാലും ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഓക്കെ, അപ്പൊ കേരളത്തിലെ ഏറ്റവും ആദ്യത്തേതും ഏറ്റവും വലുതും ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1950 ഇതിന്റെ മാത്രം ദേശീയോദ്യാനമായി മാറിയ വർഷം കൂടെ പഠിച്ചു വെച്ചോ, 1982 മുൻപ് ഇതിന്റെ പേരെന്തായിരുന്നു? ചോദ്യം വന്ന മുമ്പ് ഇതിന്റെ പേരെന്തായിരുന്നു? അത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. മുത്തങ്ങ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് പഠിച്ചു വെച്ചാൽ മുത്തങ്ങ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വന്നാൽ എന്ത് കിട്ടും? അത് വയനാടാണെന്നുള്ളത് കിട്ടും. മുത്തങ്ങ വന്യജീവി സങ്കേതം എവിടെയാണ്? വയനാടാണ്. പറമ്പിക്കുളം എവിടെയാണ്? പാലക്കാടാണ്. നെയ്യാർ തിരുവനന്തപുരത്താണ്. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? പെരിയാർ ഇടുക്കിയിലാണ്. ഇത്രയൊക്കെ ജില്ലകൾ അറിഞ്ഞു വെക്കണേ. പിന്നെ മുത്തങ്ങ വന്യജീവി സങ്കേതം നമ്മളിപ്പോ പഠിച്ചു, അതെന്താണ്? വയനാടാണ്. വയനാട് വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ. നമ്മുടെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. ഇതും 1973 ഇതും പറമ്പിക്കുളവും 1973 1973 ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പറമ്പിക്കുളമാണെന്ന് നമ്മൾ പഠിച്ചു. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതെന്ന് ചോദ്യം വരാറുണ്ട്. ഏതാണ്? ആനയാണ് അല്ലെ. നമ്മുടെ ദേശീയ പൈതൃക മൃഗമായിട്ടുള്ള ആന, ദേശീയ പൈതൃക മൃഗമാണ് ആന അല്ലെ. ആനയുടെ ശാസ്ത്രീയ നാമം ചോദ്യം വരാറുണ്ട്, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ് ആനയുടെ ശാസ്ത്രീയ നാമം. ദേശീയ പൈതൃക മൃഗമാണ്, കേരളത്തിന്റെ ഔദ്യോഗിക മൃഗവുമാണ് ഏത്? ആന. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കുക. എപ്പോഴാണ്? 1973 ചോദ്യം വരും മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ. ഇനി അത് പഠിക്കാണെങ്കിൽ ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം, പഠിക്കാൻ നിങ്ങൾ ഓർത്തു വെച്ചോ. മുത്തങ്ങ, മത്തങ്ങ എന്ന് ആലോചിച്ചാൽ മതി അല്ലെ. മുത്തങ്ങ, ആനയെ കാണാൻ മത്തങ്ങ പോലെ ഉണ്ടാവും ആലോചിച്ച് അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും അല്ലെ. ആനയെ കാണാൻ എന്തുപോലെ ഉണ്ടാവും? മത്തങ്ങ പോലെ ഉണ്ടാവും. ആനയെ കാണാൻ ആലോചിക്കുക. അപ്പൊ മുത്തങ്ങ, മത്തങ്ങ, ആന മത്തങ്ങ പോലെ. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ആന. ഓക്കെ, ആനയാണ് കേട്ടോ. എപ്പോഴാണ് നിലവിൽ വന്നത്? 1973 1973. പെരിയാർ എപ്പോഴാണെന്ന് ഓർമ്മ ഉണ്ടോ? പെരിയാർ 1950 നെയ്യാർ ഓർമ്മ ഉണ്ടോ? 1958 പീച്ചി വാഴാനിയും 1958 അതെവിടെയാണ്? തൃശ്ശൂരാണെന്നും നമ്മൾ പഠിച്ചു. പറമ്പിക്കുളം ഓർമ്മ ഉണ്ടോ? 73 മുത്തങ്ങയും 73 റിപ്പീറ്റ് ചെയ്തു തരാം കേട്ടോ. അപ്പൊ അങ്ങനെ പഠിച്ചു പോവാ. പിന്നെ ഇടുക്കി എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കി വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ്. അപ്പൊ കണ്ടുപിടിക്കണ്ട, 1976 അതൊന്ന് വർഷം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, പിന്നെ പേപ്പാറ വന്യജീവി സങ്കേതം എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്താണ് പേപ്പാറ വന്യജീവി സങ്കേതം. എപ്പോഴാണ്? 1983 പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. എപ്പോഴാണ്? 1983. അപ്പൊ പേപ്പാറ വന്യജീവി സങ്കേതം 1983. അപ്പൊ തന്നെയാണ് തട്ടേക്കാട് വന്യജീവി സങ്കേതം. എവിടെയാണ്? എറണാകുളത്താണ് അല്ലെ. തട്ടേക്കാട് വന്യജീവി സങ്കേതം എവിടെയെന്ന് ചോദിച്ചാലും എറണാകുളം ജില്ലയിലാണ്. ഓക്കെ, തട്ടേക്കാട് വന്യജീവി സങ്കേതം എറണാകുളത്താണ്. രണ്ടും ഒരേ വർഷമാണ് പഠിച്ചു വെക്കുക. രണ്ടും 1983. ഏതൊക്കെയാണ്? പേപ്പാറ, തട്ടേക്കാട്. എപ്പോഴാണ്? 1983. പേപ്പാറ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ്. തട്ടേക്കാട് എവിടെയാണ്? എറണാകുളത്താണ്. പേപ്പാറ തിരുവനന്തപുരം, തട്ടേക്കാട് എറണാകുളം. നെയ്യാറും എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓക്കെ, അപ്പൊ എറണാകുളം പഠിച്ചു വെക്കുക. എറണാകുളത്താണ് നമ്മുടെ മംഗളവനം. പഠിക്കാണ്ടാവും, മംഗളവനം ഇവിടെ എവിടെയും ഉണ്ടാവും. ഓക്കെ, നമുക്ക് പഠിക്കാം. ഇത് നോക്കാം. ശെന്തുരുണി വന്യജീവി സങ്കേതം. ശെന്തുരുണി വന്യജീവി സങ്കേതം എവിടെയാണ്? കൊല്ലത്തിലാണ് അല്ലെ. കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. 1984 നിലവിൽ വന്നത്. പേപ്പാറ, തട്ടേക്കാട് 1983. 1984 ശെന്തുരുണി. എന്താണ് ഇവിടുന്ന് ചോദ്യം വരാറുള്ളത്? ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. എന്താണ്? ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം.
സങ്കേതം. പിന്നെ ചിന്നാർ വന്യജീവി സങ്കേതം അല്ലെ, ചിന്നാർ എവിടെയാണ്? ഇടുക്കിയാണ്, അതും 84ലാണ്. 84 4 പഠിക്കാണ്ട് അല്ലെ. ചിന്നാർ എന്തൊക്കെ ചോദ്യം വരാറുള്ളത്? നക്ഷത്ര ആമകൾ, ചാമ്പൽ മലയണ്ണാൻ എന്നിവ കാണപ്പെടുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. എന്തൊക്കെയാണ്? നക്ഷത്ര ആമകളും ചാമ്പൽ മലയണ്ണാനും ഒക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? അത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ചെന്തുരുണിയാണ് ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ്, അതും 84ലാണ്. ഓക്കെ. അതുപോലെ തന്നെ ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂരാണ്, അതും 84ലാണ്. അപ്പൊ 84 ഏതൊക്കെയാണ്? ചെന്തുരുണി, പ്രധാനപ്പെട്ട ചെന്തുരുണി, പിന്നെ ചിന്നാർ, ആറളം, ചിമ്മിനി, ഇതൊക്കെ 1984ലാണ്. ചിന്നാർ ഇടുക്കിയാണ് അല്ലെ, ചിന്നാർ ഇടുക്കിയാണ്. ചെന്തുരുണി എവിടെയാണ്? കൊല്ലത്താണ്. ചെന്തുരുണി കൊല്ലം. പിന്നെ ആറളം കണ്ണൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഒരു വട്ടം കൂടെ നോക്കാം. ചെന്തുരുണി വന്യജീവി സങ്കേതം എന്താണ്? ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഓക്കെ. സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയിലാണ്. നിലവിൽ വന്നത് 1984ലാണ്. പിന്നെ ചിന്നാർ വന്യജീവി സങ്കേതം, നക്ഷത്രാമകളും ചാമ്പൽ മലയണ്ണാനും ഒക്കെ കാണപ്പെടുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണെന്ന് ചോദ്യം വന്നാൽ അത് ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് അല്ലെ. 1984 തന്നെയാണ് നിലവിൽ വന്നത്. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ്, 1984 തന്നെയാണ് നിലവിൽ വന്നത്. പിന്നെ ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ്, അതും 1984ലാണ്. ഞാൻ എക്സ്ട്രാ പറയുന്ന ഈ ഫാക്ടുകൾ ഇവിടെ പറഞ്ഞതുപോലെ ചെന്തുരുണി ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഇതുപോലത്തെ ചോദ്യങ്ങൾ വരും. അങ്ങനെ ഇമ്പോർട്ടൻസ് ഉള്ളത് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അടുത്തത് മംഗളവനം. മംഗളവനം എവിടെയാണ്? എറണാകുളത്താണ് നമ്മൾ പഠിച്ചു അല്ലെ. എറണാകുളം ജില്ലയിലാണ്. 2004ലാണ് നിലവിൽ വന്നത്. 2004ലാണ് അല്ലെ. മംഗളവനം പക്ഷി സങ്കേതം അല്ലെങ്കിൽ മംഗളവനം വന്യജീവി സങ്കേതം. മംഗളവനം വന്യജീവി സങ്കേതം എന്താണ്? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് അല്ലെ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ്. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്നതും ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്, അല്ലെങ്കിൽ മംഗളവനം വന്യജീവി സങ്കേതമാണ്. ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. നമ്മുടെ ഹൈക്കോടതിയുടെ പിന്നിലായിട്ടാണെന്നും ചോദ്യം വരാറുണ്ട് അല്ലെ. നമ്മുടെ ഹൈക്കോടതിയുടെ പിന്നിൽ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം അല്ലെങ്കിൽ പക്ഷി സങ്കേതം ഏതെന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അതേതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. പിന്നെ കുറിഞ്ഞി എവിടെയാണ്? ഇടുക്കിയാണ്, 2006ലാണ്. പിന്നെ ചൂലന്നൂർ പാലക്കാടാണ് കേട്ടോ. ചൂലന്നൂർ പാലക്കാട് 2007. ചൂലന്നൂർ എവിടെയാണ്? പാലക്കാട്. കുറിഞ്ഞി ഇടുക്കിയാണ്. മലബാർ എവിടെയാണ്? കോഴിക്കോട്. മലബാർ കോഴിക്കോട് 2010ലാണ്. പിന്നെ കൊട്ടിയൂർ കണ്ണൂർ 2011, കരിമ്പുഴ മലപ്പുറം 2020. നമ്മൾ നേരത്തെ ഒരെണ്ണം വിട്ടുപോയി. ആറളം വന്യജീവി സങ്കേതം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരു ഫാക്ട് പഠിച്ചു വെച്ചോ. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് അല്ലെ. സൈലന്റ് വാലി കണ്ണൂർ ജില്ലയിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതമാണെന്നും പഠിച്ചു വെക്കുക. അപ്പൊ ഈ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്തിരുന്നാലോ. മംഗളവനം എവിടെയാണ്? എറണാകുളത്താണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. മംഗളവനം എന്താണ്? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം. പിന്നെ എറണാകുളം ഹൈക്കോടതിയുടെ പിന്നിലായിട്ട് കാണപ്പെടുന്നു എന്നും പഠിച്ചു വെക്കുക. 2004ലാണ് അല്ലെ. 2004. പിന്നെ കുറിഞ്ഞി 2006ആണ്. ഇടുക്കി. പിന്നെ ചൂലന്നൂർ പാലക്കാടാണ്, 2007ലാണ്. ചൂലന്നൂർ എവിടെയാണ്? പാലക്കാട്. മലബാർ എവിടെയാണ്? കോഴിക്കോട്. അത് 2010ലാണ്. കൊട്ടിയൂർ എവിടെയാണ്? കണ്ണൂര്. 2011ലാണ്. കരിമ്പുഴ മലപ്പുറം 2020ലാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? നമുക്ക് ഒരു വട്ടം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം. ഓക്കെ. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോവാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണ്ടേ. ആദ്യം നമ്മൾ പെരിയാർ വന്യജീവി സങ്കേതം പഠിച്ചു. കേരളത്തിലെ ആദ്യത്തേത് ഏതെന്ന് ചോദ്യം വന്നാലും കേരളത്തിലെ ഏറ്റവും വലുത് ഏതെന്ന് ചോദ്യം വന്നാലും ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. ആദ്യം അതിന്റെ പേരെന്തായിരുന്നു എന്ന് ചോദ്യം വന്ന നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു. പിന്നീട് അത് ദേശീയോദ്യാനമായി മാറിയ പ്രശ്നം ചോദിക്കാറുണ്ട്. വന്യജീവി സങ്കേതമായത് 1950ലാണ്. ദേശീയോദ്യാനമായി മാറിയത് 1982ലാണെന്നും പഠിച്ചു വെക്കുക. ഇടുക്കി ജില്ലയിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെയ്യാർ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചതാണ്. നെയ്യാറും പേപ്പാറയും രണ്ടും തിരുവനന്തപുരം ജില്ലയിലാണ്. നെയ്യാർ എപ്പോഴാണ്? 1958ലാണ്. പിന്നെ പീച്ചിവാഴാൻ എവിടെയാണ്? തൃശ്ശൂരാണ്. 1958 തന്നെയാണ്. പറമ്പിക്കുളം എവിടെയാണ്? പാലക്കാടാണ്. 1973ലാണ്. നെയ്യാറാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ളത് അല്ലെ. നമ്മൾ പഠിച്ചു. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതെന്ന് ചോദ്യം വന്നാൽ ഏതാണ്? അത് നെയ്യാറാണ്. നെയ്യാറാണ് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. അത് നെയ്യാറാണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. പശ്ചിമഘട്ടം അവസാനിക്കുന്ന വന്യജീവി സങ്കേതം ഏതെന്ന് ചോദ്യം വന്നാലും ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. പറമ്പിക്കുളം പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്നത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്, അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ
കേരളത്തിലാണെങ്കിൽ കൂടി നമുക്ക് പ്രവേശനമുള്ളത് തമിഴ്നാട്ടിലൂടെയാണ് അല്ലെ. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം അല്ലെ. നമുക്ക് ഇത് കൂടെ പ്രവേശിക്കാൻ കഴിയില്ല, തമിഴ്നാട്ടിലൂടെ പോയിട്ട് വേണം പ്രവേശിക്കാൻ. അപ്പൊ തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. 1973 അപ്പൊ തന്നെയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതം ആരാണ് മത്തങ്ങ പോലെ ഇരിക്കുന്നത് അല്ലെ. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതെന്ന് ചോദ്യം വന്ന ആള് മത്തങ്ങ പോലെ ഇരിക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. മത്തങ്ങ പോലെ ഇരിക്കുന്നത് ആരാണ്? ആനയാണ് അല്ലെ. അപ്പൊ മുത്തങ്ങ വന്യജീവി ഇത് അതുപോലെ തന്നെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ചോദ്യം വരാറുണ്ട്. അതും ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇര വര. ഓക്കെ, ഇര വര അങ്ങനെ ആലോചിച്ചൂടെ. ഇര വര. ഇരവികുളം വരയാടാണ്. ഇരവികുളത്താരാണ്? വരയാടാണ്. അതുപോലെ തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും സൈലന്റ് വാലിയും സിംഹവാലനും. മറ്റേ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ സൈലന്റ് വാലിയാണ്. ആലോചിച്ചാൽ മതി. സൈലന്റ് വാലി, വാലി, സിംഹവാലൻ, വാലി, വാലൻ അല്ലെ. വാലന്റെ ഭാര്യയാണ് വാലി. അങ്ങനെ ഓർത്തു വെച്ചൂടെ. അപ്പൊ അതും കിട്ടും. ഓക്കെ, അപ്പൊ സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ. ഇവിടെ മത്തങ്ങ പോലെ ഇരിക്കുന്നത് ആരാണ്? ആനയാണ് അല്ലെ. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലാണെങ്കിൽ ആനയാണ്. പിന്നെ ഇടുക്കി എവിടെ? ഇടുക്കിയിലാണ്. 1976. പേപ്പാറ തിരുവനന്തപുരത്താണ് നമ്മൾ പഠിച്ചു. 1983. തട്ടേക്കാട് എറണാകുളത്താണെന്നും മംഗളവനം എറണാകുളത്താണെന്നും നമ്മൾ പഠിച്ചു. അപ്പൊ തട്ടേക്കാട് എപ്പോഴാണ്? 1983. ചെന്തുരുണി എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് ചെന്തുരുണി. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. പിന്നെ ചാമ്പൽ, മലയണ്ണ, നക്ഷത്രാമകൾ, പിന്നെ മഖർ മുതലകൾ എന്നും ചോദ്യം വരാറുണ്ട്. ഇതൊക്കെ കാണപ്പെടുന്ന എവിടെയെന്ന് ചോദിച്ചാൽ ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. 1984. ഈ 4 1984. ഏതൊക്കെയാണ്? ചെന്തുരുണി, ചിന്നാർ, പിന്നെ ചിമ്മിനി, ആറളം അല്ലെ. ആറളം എന്താണ് നമ്മൾ പഠിച്ചു? സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. അപ്പോൾ വർഷങ്ങൾ കിട്ടിയല്ലോ. ചിമ്മിനി തൃശ്ശൂരാണ്. ഓക്കെ, 1984. പിന്നെ മംഗളവനം എന്താണ്? കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു അല്ലെ. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? മംഗളവനമാണ്. നമ്മുടെ എറണാകുളം ഹൈക്കോടതിയിലെ എറണാകുളം ഹൈക്കോടതിയുടെ പിന്നിലായിട്ട് കാണപ്പെടുന്നു. അപ്പൊ അതും പഠിച്ചു വെക്കുക. 2004. കുറിഞ്ഞി എവിടെയാണ്? ഇടുക്കി. 2006. ചൂലന്നൂർ പാലക്കാടാണ്. 2007. ചൂലന്നൂർ ചോദ്യം വരാറുണ്ട്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. മലബാർ കോഴിക്കോടാണ്. കൊട്ടിയൂർ കണ്ണൂരാണ്. വർഷം ഒന്ന് ഓർത്തു വെച്ചോ. 2010 മലബാർ. 2011 കൊട്ടിയൂർ. കരിമ്പുഴ മലപ്പുറം. 2020. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ അടുത്ത് നമുക്ക് കരളുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. നമുക്ക് സയൻസ് ഭാഗത്ത് നിന്ന് എപ്പോഴും ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് കരൾ. ഓക്കെ, വിറ്റാമിൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ച് പോകണ പോലെ തന്നെ കരളിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിച്ച് പോണം. ഓക്കെ, കരളിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജി. ഓക്കെ, ഹെപ്പറ്റോളജി ആണ് കരളിനെ കുറിച്ചുള്ള പഠനം. എന്താണ്? ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. എന്താണ്? കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. റിപ്പീറ്റ് ചെയ്യുക. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. ഇനി പറ, കരളിനെ കുറിച്ചുള്ള പഠനം എന്താ? നിങ്ങളും പറഞ്ഞാലേ പഠിക്കൂ. കരളിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജി ആണ് കരളിനെ കുറിച്ചുള്ള പഠനം. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. ഓക്കെ, കരളിന്റെ ആകെ ഭാരം എത്രയാണ്? 1500 ഗ്രാം ആണ് അല്ലെ. 1500 ഗ്രാം ആണ്. കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ഓക്കെ, ഫൈബ്രിനോജൻ ആണ്. ഏത്? കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ഗ്ലൈക്കോജൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ഗ്ലൈക്കോജൻ. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? ഗ്ലൈക്കോജൻ ആണ്. ഏതാണ്? ഗ്ലൈക്കോജൻ ആണ്. കരൾ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. ഓക്കെ, ഫൈബ്രിനോജൻ. ഓക്കെ, അപ്പോ കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? അത് ഗ്ലൈക്കോജൻ ആണ്. കരളിൽ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. കരളിന്റെ ആകെ ഭാരം 1500 ഗ്രാം ആണ്. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി ആണ്. ഹെപ്പറ്റോളജി ആണ് കരളിനെ കുറിച്ചുള്ള പഠനം. ഓക്കെ, കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥം ഏതാണ്? അമോണിയാണ് അല്ലെ. കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥമാണ് അമോണിയ. കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥമാണ് അമോണിയ. ഏതാണ്? അമോണിയയാണ്. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നുണ്ടാകുന്നത് യൂറിയ. ഏതാണ്? യൂറിയ ആണ്. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്ന് എന്താണ് ഉണ്ടാകുന്നത്? യൂറിയ. ഏതാണ്? യൂറിയ. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നാണ് എന്തുണ്ടാകുന്നത്? യൂറിയ ഉണ്ടാകുന്നത്. കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥം ഏതെന്ന് ചോദ്യം വരികയാണെങ്കിൽ ഏതാണ്? അമോണിയാണ് അല്ലെ. അമോണിയയാണ് കരൾ പുറപ്പെടുവിക്കുന്ന വിഷപദാർത്ഥം. അടുത്തത്, കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതാണ്? ഹെപ്പറ്റൈറ്റിസ്. പിന്നെ ഏതാണ്? സിറോസിസ് അല്ലെ. ഹെപ്പറ്റൈറ്റിസ്,
സിറോസിസ്, ഹെപ്പറ്റൈറ്റിസ് സിറോസിസ്, ഹെപ്പറ്റൈറ്റിസ് സിറോസിസ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് സിറോസിസ്. ലിവർ സിറോസിസ് നമ്മൾ കേട്ടിട്ടില്ലേ? ലിവർ സിറോസിസ് നമ്മുടെ വാഴ സിനിമ കണ്ടവർക്കൊക്കെ അറിയാം. വാഴ 2 ഒക്കെ കണ്ടവർക്ക് അവിടെ അതിൽ ബാധിക്കുന്നുണ്ട്. ഏതാണ്? ലിവർ സിറോസിസ് ആണ്. അപ്പൊ ലിവർ സിറോസിസ് ആർക്കാണ്? ബിജുക്കുട്ടനെ ബാധിക്കുന്നുണ്ട് അല്ലെ? ബിജുക്കുട്ടൻ മരിച്ചു പോകുന്നുണ്ട്. ലിവർ സിറോസിസ് ആണ്, ലിവർ സിറോസിസ്. ഓക്കെ, അപ്പൊ ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് നമുക്ക് എന്ത് വെച്ച് കണക്ട് ചെയ്യാം? ഈ പഠനം വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഹെപ്പറ്റോളജി വെച്ചിട്ട് രണ്ടും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോ. രണ്ടും കരളുമായി ബന്ധപ്പെട്ടതാണെന്ന് ഒന്ന് ഓർത്തു വെച്ചോ. അപ്പൊ എന്താണ്? കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് സിറോസിസ്. ഓക്കെ, ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ്. ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. കരളിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഒന്ന് ഹെപ്പറ്റൈറ്റിസും പിന്നെ ഏതാണ്? ലിവർ സിറോസിസ് കണക്ട് ചെയ്യാൻ പറഞ്ഞു അല്ലെ? ആ സിനിമ കണ്ടവർക്കാണെങ്കിൽ കിട്ടും. സിനിമ കണ്ടവർക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാവും. കണ്ടവർക്ക് ഓർത്തിരിക്കാം, കാണാത്തവർ കാണാം, നല്ലതല്ലേ? ഓക്കെ, കുറെയൊക്കെ നമുക്ക് സിനിമയൊന്നും പല അറിവുകളും കിട്ടാണ്ട് കേട്ടോ. ഇതിനല്ല പലതും നമുക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അത് പറഞ്ഞിട്ട് ഫുൾ ടൈം സിനിമ കണ്ട് PSC പഠിക്കാൻ നിൽക്കണ്ട. കുറച്ച് സമയമൊക്കെ കാണുക, ഇടക്കൊക്കെ ഒന്ന് എന്റർടൈൻമെന്റ് ഒക്കെ ആവാം. ഓക്കെ, ഫുൾ ടൈം ഇരുന്ന് പഠിച്ചാലും അത് മൈൻഡിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഓക്കെ, അത് NLP ഒക്കെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാം. അതായത് മൈൻഡിന് ചിലത് ഡിസ്റ്റർബ് ആക്കുമ്പോൾ നമുക്കിപ്പോൾ തോന്നുകയാണ് ഞാൻ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല, ഞാനൊരു സ്ഥലത്തേക്കോ അതായത് ബന്ധുക്കാരെ അടുത്തേക്കോ അല്ലെങ്കിൽ വേറെ ഒരു എന്റർടൈൻമെന്റ് സിനിമക്ക് പോകാൻ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാൻ പാടില്ല. ഞാൻ ഫുൾ ഫോക്കസ് പഠനത്തിൽ തന്നെ കൊടുക്കണം എന്ന് മൈൻഡിനെ പറഞ്ഞതായി കഴിഞ്ഞാൽ മൈൻഡ് ഡിസ്റ്റർബ് ആവും. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അടച്ചു കൂട്ടിയതുപോലെ മൈൻഡിന് ഫീൽ ചെയ്യും. നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാം, എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള സ്ഥലത്ത് എന്റർടൈൻമെന്റ് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറച്ച് സമയം അതിനും നമ്മൾ ചെലവഴിക്കണം. മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ വിടണം. ഓക്കെ, എപ്പോഴും ഇതിനകത്ത് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട പോലെ മൈൻഡ് തോന്നിക്കഴിഞ്ഞാൽ അത് മൈൻഡ് നല്ല രീതിയിൽ ഡിസ്റ്റർബ് ആവും. ഓക്കെ, അപ്പോൾ ചിലതൊക്കെ നമുക്ക് ഇതിൽ നിന്നും ചില വീഡിയോസിൽ നിന്നൊക്കെ പല കാര്യങ്ങളും പഠിക്കാണ്ട്. ഓക്കെ, ഞാൻ മാക്സിമം കാര്യങ്ങൾ വീഡിയോസ് നിന്നൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ഷോർട്സ് ഒക്കെ ആക്കിയിട്ട് ഇട്ട് തരാൻ നോക്കാം കേട്ടോ. ഞാൻ പലതും കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വീഡിയോ ഏതെങ്കിലും വീഡിയോ ആയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് എനിക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ ഞാൻ സ്പോട്ടിൽ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് കണക്ഷൻ കിട്ടുകയാണെങ്കിൽ എനിക്ക് റീലായിട്ട് ഷെയർ ചെയ്തോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. റീലായിട്ട് അൻഫാസ് അഹമ്മദ് കേട്ടോ. ഞാൻ AN ഇങ്ങനെയാണ് യൂസർ നെയിം, അൻഫാസ് അഹമ്മദ്. ഓക്കെ, ഇതിലേക്ക് ഷെയർ ചെയ്യുക. റീലൊക്കെ വെറുതെ റീലുകൾ ഷെയർ ചെയ്യല്ല. എനിക്ക് എന്തെങ്കിലും കണക്ഷൻ കിട്ടുമെന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ, ഞാൻ കണക്ഷൻ എങ്ങനെയും ഞാൻ ഉണ്ടാക്കിക്കോളാം. എങ്ങനെയും കണക്ഷൻ കിട്ടുന്ന സാധനങ്ങളാണെങ്കിൽ അതാകുമ്പോൾ നിങ്ങൾക്കും പഠിക്കാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് വരാൻ. ഞാൻ അങ്ങനത്തെ ഓരോന്ന് കണ്ടുപിടിച്ചും കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് വരുത്താൻ നോക്കിയിട്ടാണ്. ചിലത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാവും. അതുകൊണ്ടാണ് ഞാൻ ഒരു മടിയും കൂടാതെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട് നമ്മൾ അതിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും കാണുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് ഫീൽ ചെയ്യും. അതായത് ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളല്ല നോക്കിയിരിക്കുന്നത്, ചിലതുണ്ട് അതിൽ നിന്ന്. അതാകുമ്പോൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഓർത്തെടുക്കാനും നിങ്ങളുടെ മൈൻഡ് പെട്ടെന്ന് അതെടുത്ത് പുറത്തേക്കൊക്കെ ഇട്ട് തരും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ ഓരോന്ന് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം, ഇനിയും വീഡിയോസ് വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണ്ടോ, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും ഷെയർ ചെയ്തോ, നമുക്ക് നോക്കാം. ഞാൻ പറ്റുന്നത്ര എനിക്ക് എന്തായാലും കണ്ട എന്തെങ്കിലുമൊക്കെ കണക്ഷൻ കിട്ടാതിരിക്കില്ല. അപ്പം നിങ്ങൾ അയച്ചോ, ഞാൻ എന്തെങ്കിലും കണക്ഷൻ അതിൽ നിന്ന് കണ്ടുപിടിക്കാം. കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥ ഏതാണ്? സിറോസിസ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു വാഴ 2 ലിവർ സിറോസിസ്. അത് എന്താണ് കാരണം എന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചു? ഒരുപാട് അരിഷ്ടം കുടിക്കുന്നുണ്ട് ആൾ അല്ലേ? ആളിടക്കിടക്ക് അരിഷ്ടം കുടിക്കുന്ന അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണെന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, ഭാരം കൂടിയ കരൾ ഉള്ള ജീവി ഏതാണ്? പന്നിയാണ് കേട്ടോ. പന്നിക്കാണ് ഏറ്റവും ഭാരം കൂടിയ കരൾ ഉള്ള ജീവി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? പന്നിയാണ്. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ K ആണ്. K ഫോർ കരൾ. ഓക്കെ, K ഫോർ കരൾ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. K കരൾ. അപ്പൊ അത് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ വിറ്റാമിൻ കെയുമായി ബന്ധപ്പെട്ട് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. അപ്പോഴും ആലോചിക്കുക, K ഫോർ കട്ട പിടിക്കൽ, K ഫോർ കട്ട പിടിക്കൽ. അപ്പൊ രണ്ടും വിറ്റാമിൻ K ആണ്. കിട്ടുമല്ലോ. കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥ എന്താണ്? സിറോസിസ് അല്ലേ? പിന്നെ ഭാരം കൂടിയ കരളുള്ള ജീവി ഏതാണ്? പന്നി. ഏതാണ്? പന്നി. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ K ആണ്. വൈറ്റമിൻ K ആണ്. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ A ആണ്. വൈറ്റമിൻ A ആണ്. കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ, കരളിൽ ശേഖരിക്കുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ A ആണ്. വൈറ്റമിൻ A ആണ് കരളിൽ ശേഖരിക്കുന്നത്. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? K ആണ്. K. ഓക്കെ, പ്രവർത്തനങ്ങൾക്ക് K ആണ്. കരളിൽ സംഭരിക്കുന്നത് അതായത് കരളിൽ ശേഖരിച്ചു വെക്കുന്നത് ഏതാണ്? വൈറ്റമിൻ A ആണ്. വിറ്റാമിൻ A ആണ്. വിറ്റാമിൻ എയുടെ രാസനാമൊക്കെ നമ്മൾ പഠിച്ചതാണ്. റെറ്റിനോൾ ആണ് അല്ലെ? റെറ്റിനോൾ. വിറ്റാമിൻ A എന്തിനാണ്? കണ്ണിന് ആവശ്യമായതാണെന്ന് നമ്മൾ പഠിച്ചു. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന എന്ന് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ ഓർത്തിരുന്നവർക്ക് റെറ്റിനോൾ എന്നത് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. വിറ്റാമിൻ കെയുടെ രാസനാമം ഓർത്തിരിക്കണമെങ്കിൽ KFC എന്ന് ആലോചിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. KFC എന്താണ്? K വിറ്റാമിൻ K ആണ്. FC എന്താണ്? ഫില്ലോക്വിനോൺ ആണ്. KFC
ഫില്ലോക്വിനോൺ ആണ്, ഫില്ലോക്വിനോൺ. അങ്ങനെ ഓരോന്നും ഓർത്തിരിക്കുക. ഓക്കെ, വിറ്റാമിൻ എ റെറ്റിനോൾ ആണെന്നും ഓർത്തിരിക്കുക. ഓരോ വിറ്റാമിന്റെയും രാസനാമങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഓരോന്നും ഓർത്തിരിക്കുക. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ ഇ ആണ്. ഈ വിറ്റാമിൻ ഇയുടെ രാസനാമം എന്താണ്? ഞാൻ എഡോ എന്ന് ആലോചിക്കാൻ പറഞ്ഞത്. എഡോ എന്ന് ആലോചിച്ച് എന്ത് കിട്ടും? എഡോ. ഇങ്ങനെ എഡോ എന്ന് ആലോചിച്ചാൽ മതി. ഈ എഡോ. ഓക്കെ, ഇ എന്താണ്? വിറ്റാമിൻ ഇ ആണ്. ടോ എന്താണ്? ടോക്കോഫെറോൺ ആണ്. വിറ്റാമിൻ ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോൺ. പിന്നെ കാൽസിഫെറോൺ വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ്. അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ സിയുടെ. അസ്കോർബിക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. അസ്കോർബിക് അതായത് ഇങ്ങനെ കാന്തം പോലെ ഞാൻ വരച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ കാന്തം പോലെ, ഇങ്ങനെ കാന്തം പോലെ നോക്കി, കാന്തം സി പോലെ ഇരിക്കുന്നുണ്ടോ? സി. ഓക്കെ, കാന്തം സി പോലെയാണ് ഇരിക്കുക. ഇതെന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അങ്ങനെ ആലോചിച്ചാൽ മതി. വലിച്ചെടുക്കും, അബ്സോർബ് ചെയ്യും എന്നുള്ളത് ആലോചിക്കുക. അപ്പൊ അസ്കോർബിക് അത് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ് അല്ലെ? ചോദ്യം വരാറുണ്ട് കേട്ടോ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കരൾ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. ശരീരത്തിന്റെ രാസപരീക്ഷണശാല എവിടെയാണ്? കരളാണ്. കരളാണ്. ഏറ്റവും വലിയ ആന്തരികാവയവം, ഏറ്റവും വലിയ ആന്തരികാവയവം ഏതാന്ന് ചോദിച്ചാൽ കരളാണ്. ഏറ്റവും വലിയ അവയവം ഏതെന്ന് ചോദ്യം വരാണെങ്കിൽ അത് ത്വക്കാണ്. നമ്മൾ പഠിച്ചത് തൊലി, ത്വക്ക് അല്ലെ? ഏറ്റവും വലിയ അവയവം, ഏറ്റവും വലിയ ആന്തരികാവയവം ഏതാണ്? കരളാണ്. കരളാണ്. ഓക്കെ, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്, പഠിച്ചു വെക്കണം. ഏറ്റവും വലിയ ഗ്രന്ഥി, ഏറ്റവും വലിയ ആന്തരിക അവയവം, ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. ഭാരം കൂടിയ കരളുള്ള ജീവി ഏതാണ്? പന്നിയാണ് കേട്ടോ. കരളിൽ സംഭരിക്കുന്ന വിറ്റാമിൻ എയും പിന്നെ കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതാണെങ്കിൽ വിറ്റാമിൻ കെയുമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ പഠിച്ചിട്ടുണ്ടാവും. റിപ്പീറ്റ് ചെയ്യുക, റിവിഷൻ ചെയ്യുക, നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾക്ക് നല്ല രീതികളിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുകയാണെങ്കിൽ, നിങ്ങൾ കണക്ഷൻ പറയണമെന്നില്ല, എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഇതുമായി പഠനവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ തന്നെ എനിക്ക് ഷെയർ ചെയ്തു. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. മെസ്സേജ് ചെയ്യാൻ കാണുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലാതെ തന്നെ ഞാൻ ഓരോന്നും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോന്നും ഞാൻ കൊണ്ടുവന്ന് തരാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോയും കാണാം. വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു സുഖം കിട്ടും. അതായത് നിങ്ങൾക്ക് ഒരു ഡോപ്പമിൻ കിട്ടുന്നുണ്ടല്ലോ. റീലും ഷോർട്സ് ഒക്കെ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡോപ്പമിൻ കിട്ടുന്നുണ്ട്. ആ ഒരു സുഖം നിങ്ങൾക്ക് പഠിത്തത്തിൽ കിട്ടുന്നില്ലല്ലോ. ഞാൻ ആലോചിച്ചപ്പോൾ അപ്പോൾ വിചാരിച്ചു ഇങ്ങനത്തെ ഓരോന്ന് തന്നെ, അതായത് ഈ ഡോപ്പമിൻ കിട്ടുന്ന ഇതുപോലത്തെ വീഡിയോസ് തന്നെ എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങളെ പഠനത്തിലേക്ക് എത്തിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ അത് രസകരമാവും എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ കമന്റോ ലൈക്കോ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു പോകാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാം. ഒരു ദിവസം വിജയിക്കണ്ടേ? നല്ല രീതിയിൽ വിജയിച്ച് വീട്ടിലൊക്കെ കാണിക്കാനുള്ളതാണ്. അതായത് നല്ല രീതിയിൽ ജീവിതം മൊത്തം മാറാനുള്ളത്. അപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കുക എപ്പോഴും. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചു പോവാം. എപ്പോഴും ഇത് മനസ്സിലുണ്ടാവണം. ഞാൻ എന്തിന് ഇത് തുടങ്ങി, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലുണ്ടാവണം. നന്നായി തന്നെ പഠിക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം കിട്ടുമ്പോൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഈ ക്ലാസ് ആണെങ്കിലും അല്ലാതെ ഏതെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ എടുക്കുക. നല്ല സമാധാനത്തിൽ തന്നെ പഠിക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ കാണുന്നത് പോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠനത്തിൽ ഒരു എന്റർടൈൻമെന്റ് കൊണ്ടുവരാൻ നോക്കിക്കോ. നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചോ. നിങ്ങൾക്ക് ചിലപ്പോൾ എങ്ങനെയാണോ രസകരമാവുന്നത് അത് നിങ്ങൾക്ക് അറിയും. നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ അറിയുന്നുണ്ടാവും. അങ്ങനെ രസകരമാക്കി എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പഠനത്തിനോടൊരു ഇഷ്ടം തോന്നും. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക. എന്തായാലും റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുക. നിങ്ങൾ എനിക്ക് വേണ്ടിയും പറ്റുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക. പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നും പ്രാർത്ഥനയിൽ ഉണ്ടാവും. ഗോഡ് ബ്ലസ് യു എന്നൊക്കെ പറഞ്ഞ മെസ്സേജുകൾ കാണലുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കമന്റുകളൊക്കെ കാണുമ്പോൾ നല്ല മനസ്സറിഞ്ഞ സന്തോഷമുണ്ട്. എന്തായാലും അങ്ങനത്തെ കമന്റ് ഇടുന്നവരോട് ഒരുപാട് നന്ദിയുണ്ട്. നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഇനിയും ക്ലാസ്സുകളായിട്ട് നമുക്ക് വരാം. ഓക്കെ, നല്ല ക്ലാസ്സുകളുമായിട്ട് വരാം. ഇനി നമുക്ക് എന്തായാലും മോക്ക് ടെസ്റ്റുകളും കൊണ്ടുവരാം. ഓരോ ടോപ്പിക്ക് നമുക്ക് പഠിച്ചാൽ മാത്രമല്ല പോരല്ലോ, പഠിച്ചത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ ടെസ്റ്റ് ചെയ്ത് നോക്കുക. കിട്ടാത്ത ഭാഗങ്ങളാണ് ഏതാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. പഠിച്ചത് പെർഫെക്റ്റ് ആക്കുക. പഠിക്കുന്ന ഓരോ ഭാഗങ്ങളും പെർഫെക്റ്റ് ആക്കുക. ശേഷം അത് റിവിഷൻ ചെയ്യുക. ഓക്കെ, ഈ പ്രോപ്പർ മെത്തേഡിൽ പോവുക. കൂടുതൽ കാര്യങ്ങൾ പഠിക്കൽ മാത്രം ആവരുത് എപ്പോഴും മൈൻഡിലുള്ളത്. പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയി തന്നെ റിവിഷൻ ചെയ്യണം. എന്തായാലും ഒരിക്കൽ കൂടെ ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. താങ്ക് യു.